ഓണത്തിന് എല്ലാവരും ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ, അതിലൊന്നൊരു പീസ് ഉണ്ടെങ്കിലേ ഇങ്ങനെ നമുക്കൊരു അടിപൊളി ഹെയർ ബോ ചെയ്യാം. കുറച്ച് ബീഡ്സ് വേണം, കുറച്ച് ഫ്ലവർ വേണം. ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ ആയാലും കുഴപ്പമില്ല. നമുക്കൊരു ഇതുപോലെ ഒരു പീസ് തുണി മതി. അത് ഇതുപോലെ വയ്ക്കുക. ഇത് ഞാൻ ചെറിയ ടിഷ്യൂ ടച്ചുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് ഇപ്പോൾ അത് വെച്ച് ചെയ്യാം. ജസ്റ്റ് ഇതുപോലെ മൂന്നായിട്ടൊന്ന് മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇനി ഒന്നുമില്ല, എപ്പോഴും ഹെയർ ബോ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ബാക്കിലോട്ട് മടക്കിയെടുക്കണം. എപ്പോഴും ബാക്കിലോട്ട് തന്നെ അത് മടക്കണം. എന്നാൽ മാത്രമേ അത് കറക്റ്റ് ഒരു പെർഫെക്ഷനായിട്ട് നിൽക്കുകയുള്ളൂ. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അതുപോലെ ബാക്കിലോട്ട് തന്നെ മടക്കി നിൽക്കണം. അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി നമ്മളിങ്ങനെ പ്ലേറ്റ് എടുക്കുമ്പോൾ പ്ലേറ്റായിട്ട് ഇങ്ങനെ മടക്കിയെടുത്താൽ മതി സെൻറ്റർ. നമ്മൾ ചിലപ്പോൾ ടൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഒരു കറക്റ്റ് ഒരു ഷേപ്പിലേക്ക് വരുന്നത്. അതുവരെ നമ്മളൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ സെൻറ്ററേക്ക് നമ്മളൊന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ പ്ലേറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് സൂചി നൂലും വെച്ച് ഒന്ന് ടൈ ചെയ്താൽ മതി. അവിടെ ഒന്ന് കോർക്കുക, എന്നിട്ട് അതിനെ വലിച്ചൊന്ന് ടൈ ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് ടൈ ചെയ്യുക. ഇപ്പം നമ്മൾ കണ്ടപ്പോൾ അധികം വലിയ ഷേപ്പൊന്നുമില്ല. നമ്മളതിന് അവസാനം ടൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, അതിനൊന്ന് വിടർത്തി കൊടുത്താൽ മാത്രം മതി. വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാം. എല്ലാവർക്കും ഓണത്തിനൊക്കെ എല്ലാവരും ഡ്രസ്സ് എടുക്കുമല്ലോ. അപ്പോൾ അതിലൊന്നൊരു പീസ് മതി നമുക്കിത് ചെയ്തെടുക്കാൻ ബാലൻസ് വരുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിക്ക് കിട്ടും. കണ്ടില്ലേ? ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് സെൻറ്ററിലേക്ക് വെക്കാനുള്ളതാണ്. അതിനുവേണ്ടി ഞാനൊരു വയറെടുത്ത് 4mm വയറെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ബീഡ്സ് സെൻറ്ററിലേക്ക് കൊടുത്തു. കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി. ഇനി നമ്മൾ ഡെക്കറേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് വെച്ച് വേണോ നമുക്ക് എങ്ങനെ വേണോ ചെയ്യാം. ഇനി ഞാനൊന്ന് സെൻറ്ററിലേക്ക് ഒരു ബീഡിട്ട് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. ഇനി അടുത്ത് 2 സൈഡിലേക്ക് 2 ബീഡ്സ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഈ സെൻറ്ററിലിടുന്നത് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. നമുക്കൊരു എത്രത്തോളം ഒരു ലെങ്ത് വേണമെന്നുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം ട്വിസ്റ്റ് ചെയ്യുക. അടുത്ത് 2 സൈഡിലേക്കും, അടുത്ത് ഒരു സൈഡിലേക്ക്, അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലും 2 സൈഡിലേക്ക് ഓരോ ബീഡ്സ് കൊടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക. അത്രയും മാത്രം മതി. കണ്ടില്ലേ? ഇതൊക്കെ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഒത്തിരി സാധന മെറ്റീരിയൽ ഒന്നും ആവശ്യം വരത്തില്ല. ഇനി അടുത്ത സൈഡിലും കൂടെ ഒന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഇത് ഇല്ല എങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഫ്ലവറോ ഒന്നുമില്ല, ശരി, ഒന്നും വേണ്ട. ഇതിൻ്റെ നമ്മൾ ചെയ്യുന്നതിൻ്റെ മെറ്റീരിയൽ മാത്രം മതി. അതിൻ്റെ ഒരു ഗോൾഡൻ കളർ നമ്മുടെ എഡ്ജിൽ വരത്തില്ലേ, ആ ഒരു കസവ് മതി. സെൻറ്ററിൽ കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് 2 സൈഡിലൊക്കെ 2-3 ബീഡ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായി. നമുക്ക് ഏത് രീതിയിൽ വേണോ ചെയ്യാം. പല 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 വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. വേണ്ട. ഇനി അടുത്ത് അതുപോലെ 2 എണ്ണം ചെയ്തെടുത്തേ കേട്ടോ. ഇതുപോലെ 2 എണ്ണം ചെയ്തു. അതിനുശേഷം ഇതുപോലെ ഒരു പീസ് എടുക്കുക. 3ആയിട്ടോ 4ആയിട്ടോ ഒന്ന് മടക്കുക. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് ഗ്ലൂ ഗൺ വേണമെന്നില്ല. നമ്മുടെ B7000 ഗ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം. വളരെ എളുപ്പം, വളരെ എളുപ്പം. നമ്മൾ ഈ ചെയ്തെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. ഓരോന്നോരോന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ഒരു 5 മിനിറ്റിനകം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 5-6 മിനിറ്റ്, അതിൻ്റെ കൂടുതലൊന്നും പോകത്തില്ല. ഇത് പുതുതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഇത് ആർക്ക് വേണോ ചെയ്യാം. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ സ്വന്തമായി ചെയ്യുന്നതാണ്. നമ്മൾ ഒത്തിരി മുന്നേയൊക്കെ ഒത്തിരി ഇങ്ങനെ ചെയ്ത് ഇപ്പം ചെയ്യുന്നു. അതുകൊണ്ട് ഇത് ആർക്കും അറിഞ്ഞൂടാ, എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ പഠിച്ചില്ല, അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണോ ഇത് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ ഗോൾഡൻ കളറാണെങ്കിൽ അതും മതി. ജസ്റ്റ് ഇനി അടുത്ത് നമ്മൾ ആ ഗ്ലൂ ഗൺ ഒട്ടിക്കുമ്പോൾ നല്ല ചൂടായിരിക്കും. അത് ഹാൻഡ് കൊണ്ട് പ്രസ് ചെയ്യരുത്, കൈ നന്നായി പൊള്ളിപ്പോകും. എപ്പോഴും എന്തെങ്കിലും വെച്ച് ഷാർപ്പായിട്ടുള്ളത് വെച്ച് അങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പുറകിലേക്ക് ഒരു ഫെൽറ്റ് ഷീറ്റ് അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതൊരിക്കലും ഇളകത്തില്ല. അതുകൊണ്ടാണ് ഫെൽറ്റ് ഷീറ്റ് കൊടുത്ത് ചെയ്യുന്നത്. ഇനി ഫെൽറ്റ് ഷീറ്റ് ഇല്ല എങ്കിലും പ്രശ്നമില്ല. നിങ്ങളവിടെ ഗ്ലൂ ഗൺ ഡയറക്റ്റ് അപ്ലൈ ചെയ്താലും മതി. ഇനി അതിനുശേഷം നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് കൊടുക്കാം. ഗ്ലൂ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒത്തിരി പേര് പറയാറുണ്ട് ഈ ഗ്ലൂ ഗൺ ചിലത് ഇളകി വരുന്നുണ്ട്, അതായത് ഒട്ടിക്കുന്നതല്ല. അത് നമ്മുടെ ഗ്ലൂ സ്റ്റിക്കിൻ്റെ കുഴപ്പമാണ് കേട്ടോ. ചിലപ്പം നമ്മൾ ചില പ്രാവശ്യം കിട്ടുന്നത് നല്ലതായിരിക്കും, ചില പ്രാവശ്യം കിട്ടുന്നത് വളരെ മോശമായിരിക്കും. ഈ ഗ്ലൂ സ്റ്റിക്ക് പെട്ടെന്ന് ഇളകി വരും. അത് ആ ഗ്ലൂ സ്റ്റിക്കിൻ്റെയാണ്. ഞാൻ ഇടയ്ക്ക് മേടിച്ചതും ഇങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്തു കൊടുത്ത ഒത്തിരി പേര് പറഞ്ഞു. അതിനുശേഷം ഞാൻ പുറകിൽ ഒട്ടിക്കുമ്പോൾ അതിനുശേഷം സ്റ്റിക്ക് മാറ്റി
അല്ല എങ്കിൽ ഞാൻ B7000 ഗ്ലൂ അവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഫെൽറ്റ് ഷീറ്റിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒട്ടിച്ചു കൊടുക്കും. ഇനി ആ അത് അലിഗേറ്റർ ക്ലിപ്പ് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇനി ആ സെൻറ്ററിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തു, രണ്ട് സൈഡിലും ആ ബീഡ്സ് നമ്മൾ ഇത് ചെയ്തത് കൊടുത്തു, സെൻറ്ററിൽ ഒരു ഫ്ലവറും വെച്ചു. ഇങ്ങനെ മാത്രം മതി, ഇങ്ങനെ മാത്രം ചെയ്താൽ നല്ല ഭംഗിയാണ്. ഞാൻ സൈഡിലിനി ഓരോ 3 ബീഡ്സ് കൂടെ അങ്ങ് കൊടുത്തു കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള. ഇനി ഒരു ഹാങ്ങിങ് വേണമെങ്കിലൊക്കെ സെൻറ്ററിൽ കൊടുക്കാം, നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഒത്തിരി ഞാൻ പറഞ്ഞേ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇത്രയും ഒരു തുണി 2-3 ബീഡ്സും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഇതൊക്കെ ഇങ്ങനെയായാലും വാങ്ങിക്കണമെങ്കിൽ കുറച്ച് കാശ് കൊടുക്കണ്ടേ? നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ തുണിയൊക്കെ തയ്ക്കാൻ കൊടുക്കുമ്പോൾ പറയാം ഒരു ചെറിയ ബിഗ് പീസ് ബാലൻസ് വരുന്നത് ഞാൻ എപ്പോഴും വാങ്ങി വയ്ക്കാറുണ്ട്. ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് മെറ്റീരിയൽ വാങ്ങി കയ്യിൽ വയ്ക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ അല്ല, കഴിഞ്ഞ വർഷമൊക്കെ ഇരുന്നതിൻ്റെ ബാലൻസാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. നോക്കി, ജസ്റ്റ് സൈഡിലൊരു 3 ബീഡ്സ് ഇതും കൊടുക്കണമെന്നില്ല, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വേണമെങ്കിൽ ഗോൾഡ് കൊടുക്കാം, ഇതിൻ്റെ കൂടെ ഒരു മാച്ചിങ്ങിനായിട്ട് ഗോൾഡ് സ്റ്റോൺസ് ഒക്കെ കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നിൽക്കും. കണ്ടില്ലേ? അതാ നമ്മൾ ഒന്നുകിൽ ഓപ്പോസിറ്റ് സൈഡ് കൊടുക്കാം, അല്ലെങ്കിൽ 4 സൈഡും കൊടുക്കാം. 2 സൈഡ് വേണമെങ്കിൽ മേളിൽ മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ 4 സൈഡും കൊടുക്കാം. ഞാൻ 4 സൈഡിലും 3 ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫുൾ വീഡിയോയും കാണണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.